ചങ്ക് തന്നു കൂടെ നിന്ന കൂട്ടരാനെ ഉഷിരോടൊരു വരവാണടാ എനിക്ക് ചങ്കിടിപ്പ് പോലെയുള്ള തോഴരാനെ ഉയരേകുന്ന വരവാണടാ. പേടിയുണ്ടോ? പേടിയോ? പേടി കുറച്ച് ചെറുതായിട്ടോ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ജെയിംസ് പേടിത്തൊണ്ടനാണ്, പാവമാണെന്നൊക്കെ. സത്യമാണോ? ഒറ്റ വാക്കിൽ ഉത്തരം പറ, സത്യമാണോ? സത്യ പറയണ്ടല്ലേ? ഓക്കെ, പേടിത്തൊണ്ടനാണ്, പാവാണ്. ആൾക്കാർ പറയുന്നുണ്ട്. സത്യ പേടിത്തൊണ്ടനാണ്, അപ്പൊ പാവമല്ല, പാവമാണ്. അപ്പൊ പേടിയില്ല. ശരിക്കും പേടിയുണ്ട്. ശരിക്കും പേടിയുണ്ട് സ്ഥിരമായിട്ടാ. ശരിക്കും പേടിയുണ്ട്. ആണോ? പക്ഷെ അത്രയ്ക്ക് ഭയങ്കരല്ല, ചെറുതെന്ന് പറയുമ്പോ പട്ടിയെ പേടിയുണ്ടോ? പട്ടി എന്ന് പറയുമ്പോ ചില പട്ടിയെ വെച്ചുകഴിഞ്ഞാല് ഏകദേശം എങ്ങനെ മൂക്ക് വീട്ടിലൊക്കെ ഇട്ട് വളർത്തിയ പട്ടീനെ ചെറിയ പേടിയാണ്. ജെയിംസ് എന്ന് പറയുന്ന ആള് ശരിക്കും പാവമാണ്, നിഷ്കളങ്കനാണ്, ഒരു ഉഗ്രൻ മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ്. ഇദ്ദേഹത്തിൻ്റെ വൈറലായ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ ഇതുപോലെ തന്നെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ചിരിച്ചു പോകും. ഇത് റിയൽ കഥാപാത്രമാണ്. പറയൂ, കോഴിക്കോടാണ് സ്വദേശം? അയ്യോ, കോഴിക്കോടാണ്. കോഴിക്കോടല്ല സ്വദേശം, വയനാടാണ് ശരിക്കും സ്വദേശം. അല്ല സുരേട്ട, വയനാടാണ് സ്വദേശം, കോഴിക്കോടാണ് കുറെ കൊല്ലമായിട്ട് താമസിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോടുകാരൻ എന്ന് പറയും. കോഴിക്കോടാണെന്ന് പറയും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വല്യമ്മച്ചി, അമ്മച്ചി, ഏട്ടൻ. ഏട്ടൻ എന്ത് ചെയ്യുന്നു? ഏട്ടൻ അപ്പോ കുഴപ്പമാണോ? അല്ലല്ല, അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞു. പഠിത്തമൊക്കെ കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? അവൻ എന്തോ ഒരു പോളിയോ വെച്ച് കിടക്കുകയാണോ? ഒരു പോളിയില്ലേ, മറ്റേ കോട്ടൊക്കെ തിരിക്കുന്ന ഒരു മറ്റേ പോളിയോ? നിവിൻ പോളിയോ? അല്ല, നിവിൻ പോളില്ല, മറ്റേ ഇതില്ലേ, മെക്കാനിക്. ചേട്ടന്റെ പേരെന്താ? മറക്കാതെ പറ. ചേട്ടന്റെ പേര് പീറ്റർ. പീറ്റർ? മറ്റേ ജെയിംസ് പീറ്റർ. ഓർമ്മയിൽ ഒരു ശിശിരം എന്ന സിനിമയിലെ കഥാപാത്രം. എന്റെ കഥാപാത്രം ദീപക്കേട്ടന്റെ സുഹൃത്താണ്. കാണുമ്പോഴേ ചിരി വരും. ദീപക്കേട്ടന്റെ സുഹൃത്താണ്. പിന്നെ മറ്റേ എന്താ പറയാ, മറ്റേതെന്ത് പറയാന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ നീ എന്ത് പറയും? അഭിലാഷ് എന്നാ പേര്. ആരുടെ? എന്നിട്ട് ദേവസ്യാണെന്നുള്ള അമ്മയോട് പറഞ്ഞു. അല്ല, സിനിമയിലെ പേര് അഭിലാഷ്. സിനിമയില് ആൾക്കാർ വരുമ്പോ വിളിക്കുന്ന പേര് അഭി. കഥാപാത്രം എനിക്കാണ് വട്ട്. കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു സ്റ്റുഡന്റ്. ആ കഥാപാത്രത്തിന്റെ പേരാണ് അഭിലാഷ്. അഭി എന്ന് വിളിക്കും. ഈ സിനിമയില് ജെയിംസിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അത് കുഴപ്പമാണോ? ഇല്ല, കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്താ സംഭവം എന്നോട് ചോദിക്കുന്നു. എന്നെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ഡയറക്ടർ സാർ വന്നു, കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട്ടേക്ക് വീട്ടിൽ വന്നു? വീട്ടിലല്ല, ടൗണിൽ വന്നപ്പോ എന്നെ വിളിച്ചു. ഫോക്കസ് മാളിലായിരുന്നു. അപ്പൊ അവിടെ പോയി കണ്ട് സംസാരിച്ചു. എന്നോട് ഇങ്ങനെ കഥ പറഞ്ഞു. അപ്പൊ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ പഴയ സുഹൃത്ത് അപ്പുറത്ത് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. അപ്പൊ അവരവിടെ അതെ, പെണ്ണ് ഗേൾഫ്രണ്ട് ഒന്നല്ല കേട്ടോ. നമ്മൾ ചോദിച്ചില്ല. എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയാണ്. ഡയറക്ടർ സാർ നമ്മളോട് കഥ ഒക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ഇവരുടെ കഥ അങ്ങോട്ട് പറഞ്ഞു. ആരുടെ? ഈ പെണ്ണിന്റെ? അല്ല, ഞങ്ങള് അതെ, ഈ എന്റെ കൂടെ പഠിച്ച കുട്ടിയുടെ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഈ പെണ്ണ് പാസ് ചെയ്ത് പോകുന്ന കണ്ടിട്ട് ആ കുട്ടിയുടെ കഥ ഡയറക്ടറോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു എന്നെ സിനിമ എടുക്കുന്നു. കഥ പറയാനായിട്ട് ഒരു ഡയറക്ടർ വണ്ടിയും വിളിച്ച് കോഴിക്കോട് ചെന്ന് അവന്റെ വീട്ടിൽ ചെന്ന് അവനോട് കഥ പറഞ്ഞപ്പോ അവൻ വേറൊരു പെണ്ണിന്റെ കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യ സിനിമയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറയാനോ പറഞ്ഞ? അതെന്ന് പറഞ്ഞാല് ആദ്യത്തെ സിനിമ ആണല്ലോ. അതാണ് ചോദിച്ചത്. ആദ്യത്തെ സിനിമ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്താ പറയാ, നമ്മളിപ്പോ അഭിനയമാണ് ആ എക്സ്പീരിയൻസ്. ആൾക്കാർ സോറി എന്നോട് എന്തിനാ സോറി ചോദിക്കുന്നത്? എനിക്കറിയില്ല.
ജീവിതവും അതിലൊരു കനവും ഇതോ. ജെയിംസിൻ്റെ ഞാൻ യൂട്യൂബിലൂടെയാണ് കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വന്ന ഉടനെ ഒരു കെട്ടിപ്പിടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിദ്ദിഖിക്കയുടെ ശബ്ദവും അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെ. സിദ്ദിഖിക്കയുടേത് അപാരം. ഇതുവരെ ആ സെൻറ്റിമെൻറ്റ്സ് ഇത്രയും പിന്നെ മൈന്യൂട്ടായിട്ടുള്ള സംഭവം പോലും നിങ്ങൾ കറക്റ്റ് ഒബ്സർവ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാൻ പറ്റിയ ഒരു സുവർണ അവസരം കൂടിയാണ്. ഒന്നിനിച്ചേക്ക് ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവർ അപ്പനാണ്. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങൾ ആഗ്രഹിക്കൂടാവേ. അതിന് അതുങ്ങളെ കുറ്റം വന്നിട്ട് കാര്യമില്ല. നീ എൻ്റെ മൂത്ത മകൻ സണ്ണിയെ കണ്ടിട്ടില്ലേ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, സെലീഡ. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചിനെ കാണാൻ നല്ല ജയിലായിരുന്നു, അവിടെ തള്ളേ പോലെയാ. അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചെലവിനും ഒക്കെ ആയിട്ട് ഒരു 10-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായിൽ പറഞ്ഞു, കാശ് ചെലവില്ലാത്ത മണവാട്ടിയാവുന്നെങ്കിൽ ആയാൽ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറെ കരഞ്ഞു. അവിടെ തള്ളയാവുന്നത് പറഞ്ഞു. ആ കൊച്ചൊരു ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെയെന്ന്. ഞാൻ അന്നേ ഇറക്കീച്ച, ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കില്ല ഓട്ടോയിലൊരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ചു ICU കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പോ എൻ്റെ കൊച്ചൻ്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, അപ്പനെന്നാ രൂപ വന്നിരുന്നേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയടാവേ. കണ്ണ് നിറഞ്ഞു കേട്ടോ. കാരണം ഇത്രയും ചിരിപ്പിക്കാനും അതുപോലെ തന്നെ സെൻറ്റിമെൻറ്റ്സും ഇത്രയും ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ ഇദ്ദേഹം ഉഗ്രൻ ഒരു ആക്ടർ ആയി മാറും.